ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്നാണ്. ഫോർ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലൈഡ് 2020 ഒരു കമ്പനിയിൽ മെഷീൻ ലേണിംഗിന്റെ ട്രെയിനിങ് എടുക്കാൻ പോയപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു ഇത് വന്നേക്കണം. ഇത് ഒരു മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി സെഷനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത് ഒരു അൺലൈക്ക് ഏർലിയർ തിങ് ഞാനൊരു അവലോകനം തന്നിട്ട് ചെയ്യുന്നതല്ല. ഇത് ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡ് മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഒരു 5-6 സ്ലൈഡ് കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മിക്ക വീഡിയോസ് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഓവർ ഓർ എൽസ് ഒക്കെ വി വിൽ ട്രൈ ടു കണ്ടിന്യൂ ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ. അപ്പോൾ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫോർമൽ തിങ്കിങ് ടൂൾ കിറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോജിക്കും കൂടി വരും. ലോജിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയാണ് ഈ സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഒരു തുടക്കം എന്ന നിലയിൽ നമുക്ക് 2014 ഞാൻ രചിച്ച ഒരു പോയം നമുക്കൊന്ന് ഇത് ചെയ്യാം. മാത്തമാറ്റിക്സ് ഇൻ എ സിംഗിൾ പേജ് എന്നാണ് ഈ സ്ലൈഡിൻ്റെ ഇത്. മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് നമ്പേഴ്സ്. Numbers are combined using operators to form arithmetic. Mathematics deal with numbers. Numbers are combined using operators to form arithmetic. Algebra is the generalization of arithmetic. An algebraic equation with power of 1 ends up as linear equation. When power becomes 2, it is quadratic. When power becomes 3, it is cubic. All else are polynomials. An algebraic equation can be morphed into geometry thanks to Descartes. A coefficient in an algebraic equation, when it becomes a constant, becomes ordinary algebraic equation. When it becomes a derivative, it becomes a differential equation. When it becomes partial derivative, it becomes a partial differential equation. When the coefficients are probabilistic, it becomes a stochastic differential equation. If you do not solve algebraic equations in its closed form, resort to numerical methods. Thus, the whole world can be reduced into algebraic equation. Long live algebra, long live mathematics. ഇതാണ് ഇതിൻ്റെ, അതായത് ഒരു കുറേ ആശയങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ നടത്തിയൊരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് നമ്പേഴ്സ്. അപ്പോൾ അത് പൂർണ്ണമായും ശരിയല്ല. മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് പാറ്റേൺസ് ഇൻ നേച്ചർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം നമ്പർ തന്നെയാണെങ്കിൽ തന്നെ നിങ്ങൾ കൗണ്ട് ചെയ്യണം, നിങ്ങൾ വെയ് ചെയ്യണം, അങ്ങനെ എന്താ പറയുക, ഈ പല ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇൻ ഓർഡർ ടു മേക്ക് എ സ്റ്റാർട്ട് മാത്തമാറ്റിക്സ് ഡീൽ വിത്ത് നമ്പേഴ്സ്. അപ്പോൾ ഞാനിവിടെ പോസ് ചെയ്യാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ സ്ലൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെ കുറിച്ചോ നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. ശരത്തെ, വൈശാഖ്, മാത്തമാറ്റിക്സ് എന്താണെന്ന് അല്ല, മാത്തമാറ്റിക്സ് എന്താണെന്നല്ല, ഇപ്പൊ മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറയുന്നുണ്ട്, അതൊരു പാറ്റേൺസ് ഇൻ നേച്ചർ എന്നുള്ളതായിരിക്കും കുറച്ചും കൂടി എന്താ പറയാ ആപ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു സാറൊരു നോമിനൽ ആ പോയിന്റ് ഓഫ് വ്യൂ ആണ് എടുക്കണേ മാത്സിന്. ഞാൻ തന്നെ പറയുന്നത് ഇത് കംപ്ലീറ്റ് അല്ല, പക്ഷെ റൈറ്റിംഗ് എ പോയം ഐ നീഡ് ടു സ്റ്റാർട്ട് സംവെയർ അല്ലേ. എന്നിട്ട് ഞാനതിങ്ങനെ എന്താ പറയാ, അരിത്തമാറ്റിക് വന്നു, ആൾജിബ്ര വന്നു, ഡിഫറൻഷ്യൽ ഈക്വേഷൻ വന്നു, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഈക്വേഷൻ വന്നു, സ്റ്റോക്കാസ്റ്റിക് വന്നു, പിന്നെ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും നമുക്ക് കണ്ടന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആണോ എബൌട്ട് മാത്തമാറ്റിക്സ് ആണോ എന്നുള്ളതാണ് ഞാൻ. അല്ല, ഇപ്പൊ കണ്ടന്റ് ഓഫ് മാത്തമാറ്റിക്സ് ഡിസൈൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഔട്ട് സൈഡിൽ വന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ this seems to be survey of mathematics. പക്ഷേ ഇതിന്റെ ഉള്ളിലത്തെ ഇപ്പൊ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ എന്താണ്, that itself is actually a sub discipline അല്ലേ. ഇപ്പൊ ക്യൂബിക് ഈക്വേഷൻ വരുന്നു, ഇനിയിപ്പോ പോളിനോമിയൽ വന്നു, അപ്പോ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വരും. അപ്പൊ ഒരു nth പവർ ഉള്ള ഒരു പോളിനോമിയൽ ഈക്വേഷന് n റിയൽ ഓർ കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇപ്പൊ നമ്മള് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം, അവിടെ അത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇതിപ്പോ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ വെക്കേണ്ട കാര്യമില്ല. യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ സബ്ജക്ട്. അപ്പോ ഈ ഇൻ വൺ
single page or in just more than a dozen line mathematics in at least analytical mathematics in essence capture ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു തിങ്കിങ് ടൂൾ എന്നുള്ള രീതിയിലാണ്. Hari and Vaishak, you can have your own opinions. Come on, man. Close to കുക്കറി അരിയിടാണ് എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ് ആണ്. അതല്ല ഞാൻ പറഞ്ഞതില് ഇതുമ്പോ നമ്മള് ഇതുപോലെ ഫിലോസഫിക്കൽ ആസ്പെക്ട് വരും ചേർത്തെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വെറുതെ കുറെ സിംബോളിസത്തിലൂടെ നമ്മള് പോകും. അല്ല, എനിക്ക് എന്താണ് അതായത് എങ്ങനെയാണ് അതായത് നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് അങ്ങനെയാണോ ഇപ്പൊ സാറ് പറയുന്നതായിരിക്കും? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതായത് when people talk about a subject, new things emerge, right? ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ numbers are combined using operators. അപ്പൊ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്? ഇപ്പൊ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിലെന്ത് വരും? നമുക്ക് അസോസിയേറ്റിവിറ്റി ഉണ്ടോ? ഓക്കെ, അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ? ഇനി ഇൻവേഴ്സ് ഓപ്പറേഷൻ ഉണ്ടോ? ഇനി അസോസിയേറ്റീവ് ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ? Those kind of things come into the picture, right? ഓരോന്നിലേക്ക് അരിത്തമാറ്റിക് തന്നെ. ഇനി അതിൽ വേരിയബിൾസ് വരുമ്പോ ഓക്കെ ഇറ്റ് ബിക്കംസ് ആൾജിബ്ര. ഇപ്പൊ ആൾജിബ്ര നമ്മുടെ പോളിനോമിയല് എന്താ പറയാ, പവർ 4 ക്വാഡ്രാറ്റിക് ഈക്വേഷന് മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ റിയൽ ലെവലില് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. അതാണ് ഫെർമാറ്റ് ലാസ്റ്റ് തിയറത്തിന്റെ ഒരു ഡീജനറേറ്റ് ഫോമാണല്ലോ ഫെർമാറ്റ് ലാസ്റ്റ് തിയറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഇതിന്റെ ഉള്ളില് quite a number of things has been captured, മനസ്സിലായില്ലേ? അത് ഒരു മാത്തമാറ്റിക്സ് ഒരു ടെക്നിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വരില്ല, ഒരു തിങ്കിങ് ടൂൾ. അപ്പൊ അങ്ങനെ നമുക്കൊരു പണിയാം, നമുക്ക് we will move through the slide and then okay start ചെയ്യാം. ഈ ഫോർമൽ ലോജിക് ഒക്കെ അതില് ഇല്ല, ഫോർമൽ ലോജിക് ഇതിന്റെ ഉള്ളിൽ അതാ പറയാം, സിംബോളിക് ലോജിക് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ, പക്ഷെ ദാറ്റ്സ് എ വെരി ഗുഡ് ചോദ്യം. ഇപ്പൊ ഫോർമൽ ലോജിക് എന്ന് പറയുമ്പോ ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് മാത്തമാറ്റിക്സ് ശരിക്കും തുടങ്ങിയത് എവിടെയാ? കൗണ്ടിങ്ങും മെഷറിംഗിലും ആണ്, ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന റിയൽ നമ്പർ ലൈൻ ഉണ്ടാക്കി. ഓക്കെ, പിന്നെ ഡെക്കാർട്ടൊക്കെ വന്നിട്ട് അത് 2D 3D ഉണ്ടാക്കി. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി വാട്ട് എവർ ഹാപ്പൻസ് ഇൻ 2D and 3D ജനറലൈസസ് ടു യൂക്ലിഡിയൻ ജോമെട്രി എന്ന് പറയും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ജോമെട്രിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം ഒക്കെ വന്നു, ശരിയല്ലേ? പിന്നെ ആൾക്കാർ കാൽക്കുലസ് കണ്ടുപിടിച്ചു, പിന്നെ ആൾക്കാർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, മറ്റേ ഫൈനൽ ഡിഫറൻസസ് കണ്ടു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമാണ് വന്നത്, ശരി ഈ പറയുന്നതൊക്കെ എന്താണ്, ഇത് എന്തിന്റെ ആധാരത്തിലാണ്, ഇതിനൊരു ഫോം ഫൗണ്ടേഷൻ ഉണ്ടോ എന്നുള്ള ഒരു പ്രോബ്ലം വന്നു, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് മാത്തമാറ്റിക്സിന്റെ ഫൗണ്ടേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ 2 സ്ഥലത്തു നിന്നാണ് തുടങ്ങിയത്. ഒന്ന് ലോജിക്ക്, ഒന്ന് സെറ്റ് തിയറി. അപ്പൊ ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പോ എന്താ പറയാ, ഇപ്പോ ലാംഗ്വേജ് ലെവലിലെ ലോജിക്ക് നമ്മുടെ ഇന്ത്യയിലും മറ്റേ ചൈനയിലും ഇപ്പോ എന്താ പറയാ ഈ പല ലിറ്ററേച്ചറിലും കണ്ടറിയാൻ പറ്റും. പക്ഷെ ന്യായ ഫിലോസഫി ഒക്കെ ഉണ്ട്. പക്ഷെ സിംബോളിക് ലോജിക്ക് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, ഒരു ജോർജ് ബൂള് അല്ലെങ്കിൽ വേണ്ട, എനിക്ക് തൊട്ട് മുമ്പ് ലെബ്നിറ്റ്സ് ഒക്കെ എന്താ പറയാ ഈ ലോജിക്കിനെ കുറിച്ച് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ അരിസ്റ്റോട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയത് ലെബ്നിറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ ഈ ജോർജ് ബൂളാണ്. പിന്നെ ജോർജ് ബൂൾ വന്നതിന് ശേഷമാണ്
ജോർജ് കാണ്ടർ സെറ്റ് തിയറി കണ്ടുപിടിക്കുകയും ഗോട്ട്ലബ് ഫ്രേജ് ലോജിക് ഇൻവെന്റ് ചെയ്യുകയും, ഫോർമൽ ലോജിക്. പിന്നെ ഈ ലോജിക് ഇപ്പൊ പ്രൊപ്പോസിഷണൽ ലോജിക്ക് ബൂളിയൻ ആൾജിബ്രയിൽ നമുക്ക് കൂടുതലായിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രെഡിക്കേറ്റ് ലോജിക്ക് റസലും ഇവരൊക്കെയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ നിന്ന് തുടങ്ങി സെറ്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രെഡിക്കേറ്റ് ലോജിക്ക് ഫൗണ്ടേഷൻ ആക്കി വെച്ചുകൊണ്ടാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ പ്രൊപ്പോസിഷണൽ ലോജിക് ആൻഡ് പ്രെഡിക്കേറ്റ് ലോജിക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് വരുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മൾ കണ്ടിന്യൂസ് മാത്തമാറ്റിക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും കണ്ടിന്യൂസ് മാത്തമാറ്റിക്സും തമ്മിൽ കണക്ഷൻ വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു 2D പ്ലെയിൻ എടുക്കുക, അതിൽ നമുക്ക് എവരി പോയിന്റ് ഒരു പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റൊക്കെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതുമ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു R എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ സെറ്റാണ്. ഇനി പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ സെറ്റാണ്. മറ്റേ സ്പേസ് എന്ന് പറഞ്ഞാൽ R3 എന്ന് പറഞ്ഞ സ്പേസ് ഇല്ല. അപ്പോൾ റിയൽ അനാലിസിസിലോട്ട് പോയിട്ട് അവിടെയാണ് ഇവര് ഈ പറയുന്ന കാൽക്കുലസ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്. കിട്ടിയായിരിക്കാം. അതങ്ങനെയാണ് അതിന്റെ. അല്ല, ഞാനത് എടുത്തത് സാറേ ഒബ്ജക്ട്സ്, അതായത് ഇതൊരു മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ പോയം കിടക്കണേ. ഈ കുറച്ചും കൂടി ഒരു ഫോർമുല ആൻഡ് ടൈപ്പ് പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴാണ് മറ്റേ പിന്നെ നമ്മൾ ഫോർമലി ഗ്രൗണ്ട് ചെയ്യുമ്പോഴാണ് ലോജിക്കൊക്കെ അവിടെ. അതെ അതെ. അല്ല, ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ആ സബ്ജക്റ്റിനൊരു ഒരു ബൗണ്ടറി വെക്കണമല്ലോ. ഇപ്പൊ 2014 ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ എഴുതിയ ആവണം. അപ്പൊ ഞാനിപ്പോ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് ഞാൻ എന്താ പറയാ ഇയർ 2002 പഠിക്കാൻ തുടങ്ങുന്നതാണ്. ഇതുവരെയായിട്ടും നമ്മള് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും അത്രയും വലിയ ഇതൊന്നായിട്ടില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ ഞാനിതിനെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വി ക്യാൻ ഹാവ് സം കൈൻഡ് ഓഫ് ഡിസ്കഷൻ അറൗണ്ട് ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2D പ്ലെയിനിലെ മാത്രമല്ല, നമുക്ക് മെട്രിക്സസ് വെച്ചിട്ട് ലീനിയർ ആൾജിബ്രയിലേക്കും അതൊരു നല്ല എൻട്രി ആണ്. പോളിനോമിയൽ തന്നെ എന്താ പറയാ, ഇപ്പൊ ഗ്രൂപ്പ് റിംഗ് ഫീൽഡ് അതിലോട്ടുള്ള ഒരു എൻട്രി ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th പവറിന് മുകളിൽ സൊല്യൂഷൻ ഇല്ല എന്നുള്ളത്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, ശരത്തിന് എ ചാലഞ്ച്, വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ദിസ് കോക്ഷ്യൂർനെസ് ആണ്. അതായത് ഇത് 2013 എന്താ പറയാ, ഞാൻ ഫ്ലോറിഡയിൽ വെച്ച് ഒരു എഴുതിയ ബ്ലോഗാണ്. റുപ്പീസ് 10 lakh rupees offer from me if you are able to find a triplets, 3 numbers satisfying a mathematical property. When I learned to write computer programs, finding Pythagorean triplets was one of the first programs written by me. Appo Pythagorean triplets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 square plus 4 square 5 square ആണ്. ഇനിയിപ്പോൾ 12 square plus 5 square എന്താ പറയാ 13 square ആണ്. അതിനാണ് ഇപ്പോൾ x square plus y square is equal to z square ആണ്. Some examples are 4 square and 12 square ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The challenge is to find out triplets for any number n provided n greater than 2 which satisfy the equation x to the power of n plus y to the power of n equal to z to the power of n. If you are able to find an integer solution, you will get this reward. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയാൻ കാരണം? അല്ല, ആ ടൈമില് പ്രൂഫ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രൂഫ് ഇല്ലേ? അല്ല, പ്രൂഫ് ഉണ്ട്. 93 വന്നു പ്രൂഫ്. 93 വന്നു. ഓക്കെ ഓക്കെ. പറ്റില്ല. അതായത് ഞാൻ കറക്റ്റ് ആണ്. കേട്ടില്ല. ഞാൻ കറക്റ്റ് ആണെന്ന് ഇപ്പൊ ഇതിലെന്താ പറയുന്നത്? അതായത് എക്സ് റേസ് ടു n 2ന് മുകളിലാവുമ്പോ എക്സും വൈയും സെറ്റും 0 ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. അപ്പൊ അത് കറക്റ്റ് അല്ല. നിങ്ങളല്ലാത്ത, അതായത് ഈ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇപ്പൊ 2³ + 3³ = x³ വരില്ല. ഇതാണ് ഈ ഞാൻ ചാലഞ്ച് ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്താ പറയാ 5 raised to 10 plus
20⁻10 ഒരു ഇന്റിജർ നമ്പർ വരില്ല എന്നാണ്. വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാശ് തരുമെന്ന് പറയണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇൻറ്റിജർ നമ്പർ വരില്ല. ഓക്കെ, മനസ്സിലായി. ആ ഹരി കേട്ടിട്ടുണ്ടോ ഈ തിയറം? ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം എന്നാ പറയുന്നത്. ഇത് കേട്ടിട്ടുണ്ട്. വൈശാഖോ? സാറേ മറ്റേ ഇയാളുടെ പ്രൂഫ് നെഗറ്റീവ് പ്രൂഫ് ആയിരുന്നോ? അതായത് പിയറി ഡി ഫെർമ അല്ലെങ്കിൽ ഫെർമാറ്റ്, ഓക്കെ, അയാളാണ് ഈ ഡയോഫാൻഡൈൻ ഈക്വേഷൻ എന്ന് പറഞ്ഞ, ഈ ഡയോഫാൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് മോഡേൺ ആൾജിബ്രയാണ്, ഫാദർ ഓഫ് ആൾജിബ്രയാണ്. അപ്പൊ പുള്ളിയുടെ അരിത്തമാറ്റിക്ക എന്ന് പറഞ്ഞ ബുക്ക് എങ്ങാണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പുള്ളി പൈതഗോറിയൻ ട്രിപ്ലറ്റോ എന്തോ കണ്ടപ്പോ പുള്ളി x⁻n + y⁻n നോട്ട് ഈക്വൽ ടു z⁻n എന്നുള്ള ഒരു പ്രൂഫ് എഴുതി. എന്നിട്ട് പറഞ്ഞു മാർജിൻ ഈസ് ടു നാരോ ടു കണ്ടെയ്ൻ ദ ഐ ഹാവ് ഡിസ്കവർഡ് എ വണ്ടർഫുൾ പ്രൂഫ് ദാറ്റ് പറ്റില്ല എന്നുള്ളത്. പക്ഷെ മാർജിൻ ഈസ് ടു നാരോ ടു കണ്ടെയ്ൻ ഇറ്റ്. എന്നിട്ട് പുള്ളി മരിച്ചുപോയി. പിന്നെ എല്ലാ കൊല്ലം ആൾക്കാർ സോൾവ് ചെയ്യും. അങ്ങനെ 350 കൊല്ലം കഴിഞ്ഞിട്ട് ആൻഡ്രൂ വൈൽസ് എന്നൊരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനാണ് അത്, അതായത് ഫെർമാറ്റ് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത്. അപ്പൊ ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റിന്റെ കോഡ് എഴുതാൻ എളുപ്പം. നമ്മള് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പിൽ പോകും. അപ്പൊ ഡൊണാൾഡ് നുത്തിന്റെ ആർട്ട് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? പ്രൂവ് ദാറ്റ് x⁻n + y⁻n ഈക്വൽ ടു z⁻n ഫോർ n > 2 എന്ന്. എന്നിട്ട് ഡിഫിക്കൽട്ട് എന്നിട്ടേക്കണം. ആ ബുക്കിന്റെ ഫസ്റ്റ് എഡിഷൻ ഇറങ്ങുമ്പോൾ അത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ആരോടോ ചോദിച്ചു. അപ്പൊ പുള്ളി പറയണേ ഈ പണ്ട് മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡിൽ അൺസോൾവ് പ്രോബ്ലം ഇട്ട് കൊടുക്കുന്നു ഒരു പുള്ളി. അങ്ങനെ കുറെ ഒന്നും അറിയാത്ത പിള്ളേര് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അല്ല, ഇത് ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം, ഒരു ഫെർമാറ്റ്സ് എനിഗ്മ എന്ന് പറഞ്ഞ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം ഒന്ന് ജസ്റ്റ് ഒന്ന് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയതാ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ട്രിഗണോമെട്രിക് ഫോർമുല ഇത് തന്നെ. അപ്പൊ നമ്മൾ ഈ അടിയിലത്തെ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഏതാ ഈ ട്രയാങ്കിള്, ഇത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ സ്കൂൾ ടീച്ചറിലോ ഒരിക്കലും ഇതൊരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തേക്കണെന്നുള്ളത് പറഞ്ഞു തന്നില്ല. ഇത് എക്സാക്ട് സർക്കിൾ അല്ല. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇതൊക്കെ അറിയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇത് പഠിച്ചാലാണ് നമ്മൾ എന്താ പറയാ, ഇപ്പൊ sin² θ + cos² θ = 1 എന്ന് പറഞ്ഞ് പഠിക്കുമല്ലോ. ഇതിപ്പോ x r cos θ എന്നാണ് ഈ മറ്റേ എന്താ പറയാ വരുന്നത്, y r sin θ. അപ്പൊ അങ്ങനെ സർക്കിളിന്റെ ഈക്വേഷൻ ഉണ്ടല്ലോ, x² + y² = 1ലേക്ക് r sin θ r cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r² sin² θ plus r² cos² θ എന്ന് പറഞ്ഞു വരും. അപ്പൊ r² പുറത്തെടുക്കാം, sin² θ, അപ്പൊ r² sin² θ plus r² cos² θ = 1 എന്നാവും. അപ്പൊ r² പുറത്തെടുക്കുമ്പോ മറ്റേ sin² θ plus cos² θ = r² എന്ന് പറയും. അപ്പൊ sin² θ plus cos² θ 1 ആയിരിക്കണം. അത് ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇതാണ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓക്കെ, ഇത് ഒരു 2D റൊട്ടേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യണേ. അപ്പോ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും, ഇവിടെ കണ്ടില്ലേ, x = r cos α. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആംഗിളിനെയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു പോയിന്റ് ഇങ്ങോട്ട് എങ്ങനെ ഏതാ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പൊ ആൽഫ ബീറ്റ വെച്ചിട്ടാണ് ഇത് ചെയ്യണേ. അപ്പൊ x പ്രൈം എന്ന് പറഞ്ഞ പുതിയ പൊസിഷൻ = r cos α + ബീറ്റ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സാധനം നമ്മള് ഇപ്പൊ കണ്ടില്ലേ, x പ്രൈം = r cos α + ബീറ്റ ആണെങ്കിൽ അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് x × cos β - y × sin β വരും. മറ്റേ y പ്രൈം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് y × cos β plus മറ്റേ എന്താ പറയാ x × sin β വരും. അത് മെട്രിക്സ് ഫോർമുല ആക്കാന്നുള്ളതാണ് ഇതിന്റെ. കാരണം ഇപ്പൊ നമ്മള് ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ
എക്സ് കോസ് ബീറ്റ എക്സ് മൈനസ് സൈൻ പ്ലസ് എക്സ് മൈനസ് സൈൻ ബീറ്റ ആയിരിക്കും. സോറി, വൈ മൈനസ്. ഓക്കെ, ഇവിടെ വന്നില്ലേ? അപ്പൊ ഇത് നമുക്ക് 2D ഇങ്ങനെയാണ് 2D റൊട്ടേഷന്റെ ഫോർമുല ഡിറൈവ് ചെയ്യണേ. ഒന്നുമില്ല, അതായത് ഇതിപ്പോ ഏത് ആംഗിളിലും എല്ലാ ക്വാഡ്രന്റിലും വർക്ക് ചെയ്യും, ഒരു ക്വാഡ്രന്റിൽ മാത്രമല്ല. ഇപ്പൊ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെയുള്ള മാത്സ് പഠിക്കാൻ പറ്റും. ഇതിപ്പോ ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഈ പ്രീ ഓർഡർ ആണ്. ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഇത് പ്രീ മൾട്ടിപ്ലൈ ആണ്. ഏത് ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനെ, ഇത് പോസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങള് മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പൊ ഈ രണ്ട് മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണം. കോളം മെട്രിക്സ് ആയിട്ട് ഇത് ചെയ്യും. അത് ഈ എന്തെങ്കിലും ഇതുണ്ടോ, മറ്റേ ഓർഡറിന് എന്തെങ്കിലും? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ ഇപ്പൊ റോ മേജർ മെട്രിക്സ് ആണോ, കോളം മേജർ മെട്രിക്സ് ആണോ, വെക്ടർ ആണോ, അങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും. റെപ്രസെന്റേഷൻ അനുസരിച്ചിരിക്കും അല്ലേ മറ്റേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രീ മൾട്ടിപ്ലൈ ആണോ പോസ്റ്റ് മൾട്ടിപ്ലൈ, മിക്ക മെട്രിക്സ് പാക്കേജിലും ഉണ്ടാവും ഒരു പ്രീ മൾട്ടിപ്ലിക്കേഷനും പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ജസ്റ്റ് ഒരു ട്രിഗണോമെട്രിയിലേക്ക് ഒരു അപ്പറ്റേറ്റ് വയ്ക്കാനാണ് ഇത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒരു Arvind Kejriwal and an early job revisited. Years ago, from a book, Secured Programming book, I encountered the following sentence: there are 10 types of people in this world, those who understand binary and those who don't. It took some time for me to understand the joke inside. Number 10, if interpreted as binary. This Secured Programming book is Arvind Kejriwal in April 2014 told the following: AAP will win 100 Lok Sabha seats, no question of times. A joke appeared on the Facebook to interpret the numbers in binary, 100. In binary is 4 decimal. Exactly the number of seats won by AAP in 2014. Just ഇത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടൊരു പോസ്റ്റാ, അപ്പൊ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു ഡയഗ്രാം. നമ്മൾ നേരത്തെ സംസാരിച്ചില്ല, നമ്പർ ലൈൻ, പിന്നെ പ്ലെയിൻ സ്പേസ്, പിന്നെ ഹൈപ്പർ സ്പേസ് ആണ്. ഈ ടെസ്റാക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ 4 ഡയമെൻഷണൽ ക്യൂബ്. പക്ഷെ 5 ഡയമെൻഷണൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഇപ്പൊ ഈ കാണുന്ന ട്രേസ് ഒരു പോയിന്റാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാക്കാം. ഇവിടെ സോറി, ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വന്നിട്ട്, അതായത് എല്ലാ ഇപ്പൊ ഡയമെൻഷൻ 1, ഡയമെൻഷൻ 2 ആണ് കാണുന്നത്. പിന്നെ അതിന് ഓരോ സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യാന്നുള്ളതാണ് ഈ എന്താ പറയാ, ഇതൊരു ഒലാപ് സൊല്യൂഷൻസ് ബുക്ക് ചെയ്യുന്ന കിട്ടിയത്. അപ്പൊ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ എന്ന് ഒരു ഫിലോസഫർ ഉണ്ട്, പുള്ളിയുടെ ട്രാക്റ്റസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസില് കണ്ടതാണ്. There must be something identical in a picture and what it depicts to enable one to be a picture of other at all. ഇതിന്റെ കുറച്ചുകൂടി ഒരു ഇതിൽ പറഞ്ഞുതരാം. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷനും ഡയമെൻഷൻ എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് തമ്മിൽ 1 സ്പേസ്, 2 സ്പേസ്, 3 സ്പേസില് നമുക്ക് കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഹയർ ഡയമെൻഷണൽ സ്പേസിൽ അതില്ല. അത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. But dimension is a logical concept. You can realize dimension like this എന്നാണ്. A point can represent 1 dimension, a line can represent 2 dimension, a plane, and a cube 3-dimensional space. When it comes to 4 and above, Cartesian geometric depiction of dimension fails. അപ്പൊ Cartesian നമ്മുടെ ഹ്യൂമൻ മറ്റേ ഈ നമ്മുടെ എന്താ പറയാ ഫിസിയോളജിക്കൽ ലിമിറ്റ്സ് ആണ് നമുക്ക് 4 ഡയമെൻഷനും 5 ഡയമെൻഷനും കാണാൻ പറ്റാതെ. അതിനർത്ഥം അതില്ല എന്നുള്ളതാണ് ഈ ഡയഗ്രാം. ഇവിടെ എന്തായാലും ചർച്ചയുണ്ട്. ഇത് മെഷീൻ ലേണിംഗും ഡാറ്റ അനാലിസിസ് നടത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം. ഈ ഡയഗ്രാം കണ്ടിട്ടുണ്ട്. ഇത് ഒലാപ് സൊല്യൂഷൻസ് ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. ഇപ്പൊ ഈവൻ മെഷീൻ ലേണിംഗ് എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ് ഒലാപ് സൊല്യൂഷൻസ്. അപ്പൊ ഇതിപ്പോ ഈ ട്രാക്റ്റസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസില് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ട
എന്താ പറയാ, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഇപ്പൊ 2D റൊട്ടേഷൻ ഇൻ 2x2 മെട്രിസസ് ആ. അപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്യൂട്ടർ ഗ്രാഫിക്സില് സ്കെയിലും മറ്റേ എന്താ പറയാ റൊട്ടേഷനും ഒരു 2 ഡയമെൻഷണൽ ഓപ്പറേഷനും നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് 2 ഡയമെൻഷനിൽ പറ്റില്ല, നിങ്ങൾക്ക് അത് 3 ഡയമെൻഷനിലേ പറ്റുള്ളൂ. അപ്പൊ ഒരു ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുകയാണ്. കണ്ടപ്പോ ഇവിടെ 1 എന്നാണ് കിടക്കുന്നത്, W എന്നാണ് കിടക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സിനെയൊക്കെ WX WY എന്ന് പറഞ്ഞ് സ്കെയിൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു റൊട്ടേഷൻ 2x2 മെട്രിസസ് ആണ് മതിയെങ്കിലും, സ്കെയിലിനും 2x2 മെട്രിസസ് മതിയെങ്കിലും, ട്രാൻസ്ലേഷനും കൂടി റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ സ്കെയിൽ RTS ഇത് മൂന്നും കൂടിയാണ് ട്രാൻസ്ഫോർമേഷൻ, ബേസിക് ട്രാൻസ്ഫോർമേഷൻസ്. ഇത് ഒറ്റ പൈപ്പ് ലൈനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് 2 ഡയമെൻഷണൽ റൊട്ടേഷൻ ട്രാൻസ്ഫോർമേഷൻ 3x3 മെട്രിസസ് വെച്ചിട്ടും 3 ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷൻ 4x4 മെട്രിസസും വെച്ചാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നാലും അവർക്ക് ഹാർഡ്വെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 1000 പോയിന്റുള്ള ഒരു പോളിനോമിയൽ ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അതിനെ മറ്റേ ഷിയർ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോ ഈ മെട്രിസസ് എല്ലാം കൂടി കമ്പോസ് ചെയ്ത് ഒറ്റ ഓപ്പറേഷൻ ആക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോ 1000 × 9 ഇപ്പൊ 3x3 ആണല്ലോ. അപ്പോ 9000 മൾട്ടിപ്ലിക്കേഷൻ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പോയിന്റിനും വേണ്ടി വരും എത്ര ഇത് വന്നു എന്നുള്ളത് ഇവിടെ ഇല്ല. മനസ്സിലായി. അതായത് അഡീഷൻ എന്നുള്ളത് മറ്റേ മാട്രിക്സിലെ അത് അതായത് ട്രാൻസ്ലേഷൻ എന്നുള്ളത് അഡീഷൻ ഓപ്പറേഷൻ ആണ്. അത് ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ടല്ലേ ശരിക്കും ഈ അത് 2x2 ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെ അതെ അതെ. മറ്റേത് മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടെ ഇതിപ്പോ നമ്മൾ സെറ്റ് ആന്ന് വെച്ചോ, ഇത് അപ്പൊ ഈ സെറ്റ് ഇവരെന്താ വെച്ചാൽ W1 ആക്കി ഇടും. ഇവിടെ ഇത് 1 ആയിരിക്കും. ഇവിടെ W ആണെങ്കിൽ ഇവര് ആ പോയിന്റ്സ് സ്കെയിൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 കിട്ടും. അപ്പൊ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ വെക്ടർ എന്താണ് പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനെ Z ഇപ്പൊ ഈ മൂന്നാമത്തെ ഇപ്പൊ ഇതാന്ന് വെച്ചോ, XYZ W എന്നാണ് കാണുന്നത് ഹോമോജീനിയസ് കോർഡിനേറ്റ്സില്. ഇപ്പൊ W1 ആണെങ്കിൽ അത് വെക്ടറും മറ്റേ പോയിന്റും, W0 ആണെങ്കിൽ അത് വെക്ടർ ആയിരിക്കും. അപ്പൊ സെയിം ഡാറ്റ സ്ട്രക്ചർ മതി. അപ്പൊ അങ്ങനത്തെ കുറച്ച് ട്രിക്സ് ഉണ്ട്. അപ്പൊ ഇത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. അതായത് ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഫോർമുല 2x2 ആണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ കൂടി കണ്ടെടുക്കണമെങ്കിൽ ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലൂടെ ഇല്ല. ഇത് കണ്ടില്ലേ, ഇതാണ് വേറെ ബ്ലോഗ് എൻട്രി ഫെർമാസ് ടാസ്ക് നമ്മൾ സംസാരിച്ചല്ലോ. ഇത് പുള്ളി എഴുതിയതാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് എ ക്യൂബ് ഇൻടു 2 cubes or a 4th power into 2 4th powers, or in general any power higher than the second into 2 like powers. I have discovered a truly marvelous proof of this, which this margin is too narrow to contain. ഇതാണ് പുള്ളി എഴുതിയത്. For a diaphragmatic equation with powers greater than 2, there is no solutions. Tony Wells അല്ല, ആൻഡ്രൂ വെൽസ് ആണ്. ഓക്കെ 93 അതുകൊണ്ട് പിന്നെ എറർ വന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പൈസ ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പൊ അരിത്തമാറ്റിക് മെയിൻ ആണ്. സിഗ്മ കാണുമ്പോ പേടിയാവാറുണ്ടോ? ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീനിന്റെ ജനറലൈസ്ഡ് ഫോം.
ഇതിനെന്താ വിളിക്കുന്നത് അറിയാമോ ആർക്കെങ്കിലും? ഇത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ആണോ? ഇതിനെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മള് അഞ്ച് പേരുടെ മാർക്ക് ആവറേജ് ചെയ്തെടുത്തിട്ട് ആവറേജ് മാർക്ക് എന്താണ് ക്ലാസ്സിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ബൈ എൻ ആണ് ചെയ്യണത്. പക്ഷെ ആ എൻ എന്ന് പറഞ്ഞ സാധനം 1/n എന്നുള്ളത് പ്രോബബിലിറ്റിയാ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഇവിടെ ഏതാ പ്രോബബിലിറ്റി. അത് ഇത് അല്ല, വെയിറ്റ് ഉണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. സിഗ്മ പി ഐ ഈക്വൽ ടു 1/n 1 ആയിരിക്കണം. വെയിറ്റ് ആണ്. ഡൈ ത്രോ ചെയ്യുമ്പോ കണ്ടില്ലേ 1 വീഴാനുള്ള പ്രോബിലിറ്റി എല്ലാം കൂടി ഇത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാ. പക്ഷെ ഇപ്പോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വേറെ ആയിരിക്കും, പൊസോൺ ആണെങ്കിൽ വേറെ ആയിരിക്കും. അപ്പൊ ഇത് മ്യൂ എന്ന് പറയുന്നത് ആവറേജ്. ഇപ്പൊ എന്താ പറയാ, ഇതിനെ ആവറേജ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് മാത്തമാറ്റിക്കൽ ഈക്വേഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്നുള്ള ഒരു ഓപ്പറേഷന്റെ ലിമിറ്റിംഗ് ഫോമാണ് അരിത്തമാറ്റിക് മീൻ എന്നാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത്. അപ്പൊ സിഗ്മ വായിക്കാൻ, ഈ എന്താ പറയാ, സിഗ്മ നൊട്ടേഷൻ ഒക്കെ വായിക്കാനുള്ള ഒരു ലിറ്ററസി കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ജോമെട്രിക് മീൻ. ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണ്. പൈ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മനസ്സിലായില്ലേ? ഈ സമ്മേഷൻ ജനറലൈസ്ഡ് സം വരി തന്നെ. അപ്പോ a⁻1/n. അപ്പൊ അതാണ് nth റൂട്ട് ഓഫ് മൾട്ടിപ്ലൈ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, 0 ഒന്നാം തീയതി എവിടെ ഈ a1 a-ല് 0 ഒന്നാം തീയതി മീൻ തെറ്റൂലേ? തെറ്റും. അപ്പൊ അതാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ റൈറ്റ് സൈഡിൽ കാണുന്ന ലോഗരിതമിക് ട്രാൻസ്ഫോം ചെയ്ത സമവാക്യം മാറ്റാം. കണ്ടില്ലേ? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സാധനമാണ്. ഇത് ആന്റി ലോഗരിതം എടുക്കുകയാണ്. a⁻1/n എന്ന് പറഞ്ഞാൽ 1/n സിഗ്മ log a. ഇപ്പൊ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ log 0 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി. ഇതാണ് ഹാർമോണിക്. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് മീനെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് വിളിക്കും? അത് നമ്മളാ ഫിനോമിന സ്റ്റഡി ചെയ്യേണ്ടി വരില്ലേ? അത് തന്നെ. അതായത് ഈ ഡാറ്റ ജനറേറ്റ് ചെയ്ത പ്രോസസ്സിന്റെ ബിഹേവിയർ ആണ്. അതായത് അതൊരു അഡിറ്റീവ് പ്രോസസ് ആണോ, അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോസസ് ആണോ, അഡിറ്റീവ് സബ്ട്രാക്റ്റീവ് ആണോ, മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോസസ് ആണോ, അതൊരു ഇൻവേഴ്സ് പ്രോസസ് ആണോ എന്നാണ്. ഇവിടെ കണ്ടില്ലേ, ഈ അരുൺ ട്രാവൽ ഫ്രം A to B at 60 km/h. While returning, he traveled at 40 km/h. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2xy/x+y ആണ് ചെയ്യേണ്ടത്. കാരണം ഈ ഹാർമോണിക് മീൻ നിങ്ങളുടെ ഡാറ്റ ജനറേറ്റ് ചെയ്ത പ്രോസസ് ആണ് തീരുമാനിക്കുന്നത് ഏത് വെക്കണം എന്നുള്ളത്. ഇതിപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുലയാണ്. അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. ഇത് നമുക്ക് വേണമെങ്കിൽ കണ്ടില്ല, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ നൊട്ടേഷനോട്ട് ഇതാക്കുക ചെയ്യണേ. കണ്ടില്ല, ഇതിപ്പോ 1/n പ്രോബ്ലം ആണ്. കണ്ടില്ലേ? അപ്പൊ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ഫോർമുല കിട്ടും. ഇതില് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ a-b² ആ ഒരു ഇതിൻ്റെ ഉള്ളോട്ട് വരും. x² - 2 μx
പ്ലസ് ചെയ്ത് പിന്നെ അതിങ്ങനെ ഓരോന്നിങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ ഇതിന്റെ ഈ സ്ലൈഡിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു കാര്യമുണ്ട്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ n ആണെങ്കിൽ മറ്റേ n-1 ആണ് സാമ്പിൾ ആണെങ്കിൽ. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ബന്ധമുണ്ട് അതിന്. അതിന്റെ ഫുള്ള് ഇതറിയില്ല. അപ്പൊ മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ, അതായത് നിങ്ങൾ റാദർ ദാൻ സ്ക്വയർ എടുത്തിട്ട് മറ്റേ ഇവിടെ നമ്മൾ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുക്കുകയാണ് വേണേ, അതിന് പകരം നിങ്ങൾ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കും. പറയാൻ പറ്റും എന്തുകൊണ്ടാണ് മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ അധികം പ്രിഫർ ചെയ്യാത്തത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്? റൂട്ട് മീൻ സ്ക്വയർ അറിയാലേ. റൂട്ട് മീൻ സ്ക്വയർഡ് എന്തിനാണ് പ്രിഫർ ചെയ്യണേന്ന്? അതായത് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അത്. ഗ്ലോബൽ ഗ്ലോബൽ മിനിമ ഈസ് ഈക്വൽ ടു ലോക്കൽ മിനിമ, അതായിരിക്കും വെൽ ബിഹേവ്ഡ് ആണ്. അപ്പോ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും മീറ്റ് ചെയ്യും. ഒരു ഇത് കോവേരിയൻസ് ആണ്. അപ്പൊ വേരിയൻസ് വിത്ത് ഇറ്റ്സെൽഫ് ആണ്. മറ്റേ എന്താ പറയാ, ഇത് കണ്ടില്ലേ, ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഉണ്ടാവും മ്യൂ. അപ്പോ ഈ എക്സ് എന്നുള്ള ഒരു സീരീസും വൈ എന്നുള്ള സീരീസിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇ ഓഫ് എക്സും ഇ ഓഫ് ഐയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോന്നിനും കുറച്ചിട്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഈ വൈ എക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേരിയൻസ് ആയി മാറും. അതായത് കോവേരിയൻസ് വിത്ത് ഇറ്റ്സെൽഫ് ആണ് വേരിയൻസ്. അപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ സെൻട്രൽ പ്ലേസ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ. ഇപ്പൊ കോവേരിയൻസ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോറിലേഷൻ കിട്ടും. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇത് കണ്ടില്ലേ, ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്ത് കഴിയുമ്പോ എന്ത് കിട്ടും? നമുക്ക് -1നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പൊ ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ 3 തരം മീൻസ് കാണിക്കുന്നു. മോഡും മീഡിയം ഞാൻ ഇവിടെ ഡീൽ ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാരണം ഇത് കുറച്ചും കൂടി ആൾജബ്ര പഠിക്കാനും മാത്തമാറ്റിക്കൽ പ്രൂഫ് ഡിറൈവ് ചെയ്യാനും. അപ്പൊ ഞാനിതെല്ലാം ബോർഡിൽ വരച്ച് കാണിക്കുകയും ചെയ്തു അവർക്ക്. ഇതെവിടെ എടുത്തതാണ്? ഇത് സുയതി എന്നുള്ളൊരു കമ്പനിയുടെ അടുത്താണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇപ്പൊ എന്താ പറയുക, ഇത് മൾട്ടിവേരിയറ്റ് അനാലിസിസ് വരുമ്പോ കോവേരിയൻസ് മെട്രിക്സ് ആണ്. ഈ കോവേരിയൻസ് മെട്രിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷനിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ നമ്മള് ഇതിനെ മൂവ്മെന്റ് ഇപ്പൊ ഫസ്റ്റ് മൂവ്മെന്റിന്റെ മീനും സെക്കൻഡ് മൂവ്മെന്റിന്റെ വേരിയൻസും തേർഡ് മൂവ്മെന്റിന്റെ സ്ക്യൂനെസ്സും ഫോർത്ത് മൂവ്മെന്റിന്റെ കർട്ടോസിസ് എന്ന് പറയും. മൂവ്മെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഇതിന്റെ കുറച്ച് ഇതിനെ ചുറ്റിപ്പറ്റി മാത്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കയ്യിൽ പോയിട്ടുണ്ട് ഒറ്റ റൂട്ടീനിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. സ്ക്യൂനെസ്സും കോർട്ടോസിസും എന്താണ്? നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? അതെ. അതായത് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ റൈറ്റിലോട്ട് സ്ക്യൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് സ്ക്യൂഡ് ആയിരിക്കാം. മനസ്സിലായ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതിനെ Z ട്രാൻസ്ഫോം ചെയ്തിട്ട് നോർമലൈസ് ചെയ്യണം. അത് മനസ്സിലായില്ലേ? ഇനി കോർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷന്റെ ഹൈറ്റ് ആണ്. പ്ലാറ്റിക്രട്ടിക് ലെപ്റ്റോക്രട്ടിക് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതാണ് അതിന്റെ കാര്യം. ഇത് EMI ഫോർമുലയാണ്. ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നുള്ള വേറൊരു സ്ലൈഡിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാളെ എവിടെയും ലോൺ എടുക്കണമെങ്കിൽ പല ആൾക്കാരും പറയും ആ ബാങ്കിൽ പലിശ കുറവാണ്. അങ്ങനെയൊന്നുമില്ല. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ റിസർവ് ബാങ്കാണ് ഫിക്സ് ചെയ്യണേ പലിശ എന്താന്നുള്ളത്. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യാൻ പോണത് ഞാൻ എന്റെ ഫസ്റ്റ് ലോൺ എടുക്കാൻ പോയപ്പോ റിസർച്ച് എടുത്തപ്പോ ചെയ്താ. ഇതൊരു എന്താ പറയാ, ഇറ്റ് റിക്വയർസ് ഇറ്റ്സ് ഓൺ ഡെഫിനിഷൻ. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 20 കൊല്ലത്തെ ലോൺ എടുത്താലേ 240 പവറുള്ള ഇക്വേഷൻ ആണ് ചേർത്തത്. വേണ്ടോ?
ഇങ്ങനെ ഇത് ഡിസ്കൗണ്ട് ചെയ്ത് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ലിമിറ്റിംഗ് ഫോം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് 2 പീരീഡ്. അത് ഇപ്പൊ 2 പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ സ്ലൈഡിൽ ഉണ്ടെന്നാണ്. കണ്ടില്ലേ? For investing 100, if you get 160 rupees each for 2 years, what is IRR? 100 is equal to 60 by ഒരു കൊല്ലം കഴിയുമ്പോൾ 1 plus R ആയി. പിന്നെ അടുത്ത കൊല്ലം കഴിയുമ്പോൾ 60 by 1 plus R square ആയിരിക്കും. അപ്പോൾ 1 plus R is equal to x കൊടുത്തു കഴിഞ്ഞാൽ x square വരും. അപ്പോൾ x square അടിയിൽ വരും. പിന്നെ നമുക്ക് 60x plus അങ്ങനെ വരുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ല ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. പിന്നെ എന്ത് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ നിങ്ങക്ക് അത്ര രൂപയൊന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് IRR. ഇപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് ലീനിയർ കോമ്പിനേഷൻ എന്ന് കാണിക്കുന്നതാണ്. പിന്നെ എന്താ പറയാ, പെർമുട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണ്, ഇപ്പൊ അതിന്റെ റുട്ടീൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ. ഇപ്പൊ ബൈനോമിയൽ തിയറം, ഇപ്പൊ ജനറലൈസ്ഡ്, ഇതിപ്പോ ഇതിന്റെ ലിമിറ്റിംഗ് ഫോം ആണ് a+b² ഒക്കെ. ഇതൊക്കെ വരും. ഇതിപ്പോ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മള് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ഈ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഞാൻ ഇതിപ്പോ ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതൊന്ന് നോക്കാം. റൂൾ ഓഫ് 70. അതായത് നിങ്ങൾക്ക് എല്ലാ കൊല്ലം 10% ഹൈക്ക് കിട്ടുന്നുണ്ട്. എത്ര കൊല്ലം എടുക്കും വൈശാഖ സാലറി ഡബിൾ ചെയ്യാൻ? എല്ലാ കൊല്ലം 10% ഹൈക്ക് കിട്ടും. അപ്പൊ എത്ര കൊല്ലം എടുക്കും ഡബിൾ ചെയ്യാൻ? എല്ലാ കൊല്ലം 10%. എനിക്ക് 20% കൊടുക്കും. അപ്പൊ എത്ര കൊല്ലം എടുക്കും? അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ എത്ര കൊല്ലം കൊണ്ട് ഡബിൾ ആവുന്നു? 1 രൂപ 2 രൂപ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അത് 70 ഈ 72നെ നിങ്ങളുടെ 10% ആണെങ്കിൽ 7.2 കൊല്ലം എടുക്കും, അല്ലെങ്കിൽ 7 കൊല്ലം എടുക്കും. അത് കിട്ടണ എങ്ങനെയാന്നാ നോക്കുന്നത്. അപ്പോ e⁻RP = 2 ആണെങ്കിൽ രണ്ട് സൈഡിലും ലോഗരിതം എടുത്തു. അപ്പോൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ലോഗരിതമാണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകും. RP = log2 ആവും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ log2 by റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 10 ആയിരുന്നല്ലോ, അപ്പോൾ 0.69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69% അല്ലെങ്കിൽ 70/6 ആണ്. അപ്പോൾ വേറെ കാര്യം ചോദിക്കാം. പണ്ട് ഇന്ദിരാ വികാസ് പത്ര എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് ഉണ്ട്. 5 കൊല്ലം കൊണ്ട് പൈസ ഇരട്ടിക്കുമായിരുന്നു. പിന്നെ അത് 6 കൊല്ലം കൊണ്ടായി. അപ്പൊ 5 കൊല്ലം കൊണ്ട് പൈസ ഇരട്ടിക്കുമ്പോൾ എത്ര ശതമാനം പലിശ ഉണ്ടായിരുന്നു പൈസ? അത് നിങ്ങൾക്ക് 5 കൊല്ലം നിങ്ങൾക്ക് പീരീഡ് ഉണ്ട്. അപ്പൊ 6 അങ്ങോട്ട് കൊണ്ടിട്ട് പി അടിയിലോട്ട് വന്നാൽ മതി. അതായത് 70നെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14% പലിശ ഉണ്ടായിരുന്നു പണ്ട് എന്റെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ. പിൽക്കാലത്ത് അത് 12 ആയി. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ ആ ഇ പഠിപ്പിച്ചത് അവിടെ. പിന്നെന്താ ഈ പേര് പറയാൻ റൂൾ ഓഫ് 70? 70 അതിന്റെ ഇത് 0.693 വരും. അത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 70 വരും. ഇത് ഡബിളിങ്ങിന്റെ സാധനമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വരുന്നതെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? 1+ ഇതിന്റെ 1 + 1/n⁴ ന്റെ n → ∞ ആണ് ഇ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ്. അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളത് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടും, ഇ എന്താന്നുള്ളത്. ഇതാണ്
ഇത് ആക്ച്വലി ഇപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് വെച്ച് നമ്മളിത് പ്രോഗ്രാംസ് ആയിട്ട് എടുത്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ശരി മെയിൻ പ്രശ്നം എന്താ പറയാ, ഇപ്പൊ ഇതിനുള്ള മാത്ത് ഒക്കെ ഭയങ്കര സിമ്പിളാ. ഇത് നിങ്ങളുടെ തിങ്കിങ്ങിന്റെ പാർട്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല അതാണ്, അതായത് പ്രോഗ്രാമേഴ്സ് അത് കോഡാക്കി മാറ്റണം, അതാണ് സാർ ഉദ്ദേശിക്കണേന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ തീർച്ചയായും. ഈ റൂൾ ഓഫ് 70 പറഞ്ഞപ്പോഴേ ഞാൻ ജസ്റ്റ് നോക്കിയത് റൂൾ ഓഫ് 72 കൂടി ഉണ്ട്. അതങ്ങനെയല്ല, അത് 72 അതായത് അതിന്റെ ഞാൻ പറഞ്ഞ അതിന്റെ ഇന്റേണൽസ് ആണ് എനിക്ക് പറഞ്ഞു തന്നെ. ഇപ്പൊ EMI എങ്ങനെ ഡിറൈവ് ചെയ്യണെന്നുള്ളതാണത്. എങ്ങനെയാണ് ഇപ്പൊ ഈ ഫോർമുല കിട്ടിയെന്ന് ഞാനിത് നോട്ട് പാഡില് നോട്ട് പാഡല്ല നോട്ട് പാഡിൽ നിന്നാണ് എടുത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ജോമെട്രിക് സീരീസിന്റെ ഒക്കെ സമ്മൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതാണല്ലേ ഇപ്പൊ ജോമെട്രിക് സീരീസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഈ ഇതല്ലേ ടെലസ്കോപ്പിംഗ് സം വെച്ചിട്ട് തന്നെയാണ് ചെയ്യണം. അരിത്തമാറ്റിക് അത് പഠിച്ചാൽ നിങ്ങൾക്ക് EMIയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. ലോഗരിതം യും തമ്മിലുള്ള ബന്ധമാണ്. ഇത് അറിയാലോ, n choose 2 കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സാധനം. എന്നല്ലേ ഇങ്ങനത്തെ ഈ എന്താ പറയാ സിഗ്മ ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസി ആലോചിക്കുന്നുണ്ട്. ഫാക്ടോറിയൽ നൊട്ടേഷൻ ഒരു ബുക്ക് ഉണ്ട്, ഈ ആൾജിബ്ര ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് സിബ്ലിംഗ് ടു ജോമെട്രി, അനാലിസിസ്, നമ്പർ തിയറി, കോമ്പിനേറ്ററിക്സ് എക്സെട്ര. Although algebra has its roots in numerical domains such as real and complex numbers, it is in its full generality it differs from its siblings in serving no specific mathematical domain. Whereas geometry treats spatial entities, analysis, continuous variation, number theory, integer arithmetic, and combinatorial discrete structures, algebra is equally applicable to all these and other mathematical domains. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലീനിയർ കോമ്പിനേഷൻ ആവുന്നത് എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. സ്ക്വയർ അങ്ങനെ ഇത് I into J is equal to K എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ, ആന്റിസിമെട്രിക് ആണോ അങ്ങനെയൊക്കെ. ഇതൊരു ന്യൂട്ടൺ ട്രാൻസ്ഫർ മെത്തേഡ് വെച്ച് ചെയ്യാം. അതിന് ഭേദം ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇത് കോഡ് ചെയ്യാം. അത് വേണമെങ്കിൽ അതിൻ്റെ കോഡ് ഉണ്ട്.
ഒരു മിനിറ്റ് ഇടാം. ഇതാണ് എന്താ പറയാ ഈ IRR കാൽക്കുലേറ്റ് ചെയ്യണ റൊട്ടീൻ. അത് ഇത് മറ്റേ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണേ. അപ്പുറത്തും ഇപ്പുറത്തും ഒരുതരം ബൈനറി സെർച്ചിന്റെ കറസ്പോണ്ടിങ് സാധനമാണ്. അപ്പൊ ഞാൻ ഈ കാണിച്ച ഫോർമുല ഉണ്ടല്ലോ, ഇത് വാലിഡേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മറ്റേ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കാന്നല്ലാണ്ട് വഴിയില്ല. കഴിക്കണ്ടടി. പിന്നെ എന്തായിരുന്നു ഒരു കേട്ടാ ഞാൻ പറഞ്ഞ ഈ റൂം മച്ച് ബെറ്റർ ആണ്. എന്തോ ഡിഫറൻസ് ഉണ്ട് അവിടെ. ഞാൻ പോണില്ല എന്തായാലും ഇപ്പം അടുത്തെങ്ങും. ഇതിൽ ഫുള്ള് കോഡുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മൊമെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ഇത് കണ്ടില്ലേ മൊമെന്റ്സ്. നമുക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും സ്ക്യൂനെസ്സും കർട്ടോസിസും ഒറ്റ റൂട്ടീനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതായിരിക്കും, വേരിയൻസ് എന്താണ്, സ്ക്യൂനെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ, കുർട്ടോസിസ്. ഇത് ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ആ കാണുന്ന സിഗ്മ ഈ കോഡും കൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടാണ്. ഓക്കെ. സിഷർപ്പരായിരുന്നല്ലേ അത്? അതെ അതെ. അപ്പൊ ഇതെല്ലാം കോഡാക്കി മാറ്റില്ല. ഇത് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഈ കോഡൊക്കെ എഴുതി. ഈ ഫോർമുല ഒക്കെ ഡെറൈവ് ചെയ്യാനും ഒരു മെഷീൻ ലേണിംഗ് പഠിക്കാൻ പറ്റിയ മാത്സ് ആണെന്നില്ല, പക്ഷെ ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസി തുടക്കം കുറിക്കാം. EMI കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്റ്. That means ഇത് കോഡാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഇവിടെ ഇടാം ചേർത്തെ. നമ്മുടെ ഇതിലൂടെ. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ എന്താണ് മിസ്റ്റർ വൈശാഖ് ടേക്ക് അവേ എന്താണ് ഇതിനോട്?
മാക്സിന്റെ ഫണ്ടമെന്റൽസ്. ഞാൻ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഒരു കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്കതും കോഡ് ചെയ്യാം. ആ മൊമെന്റിന്റെ റൊട്ടീനൊക്കെ എടുത്തൊന്ന് ചിലത് എനിക്ക് വേണത് നമ്മുടെ ബാലഗുരുസ്വാമിയുടെ ബുക്കില്ലേ, അതിൽ നിന്നാണോ ഞാൻ മൊമെന്റ്സിന്റെ ഒക്കെ ഫോർമുല അടിച്ചെടുത്തതിന്റെ ഓർമ്മ. ഓക്കെ ഓക്കെ. എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ റൊട്ടീൻസ് ഉണ്ട്, ഞാൻ അതിലോട്ട് ഇപ്പോൾ സാറിൻ്റെ അത് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിലോട്ട് ആഡ് ചെയ്താൽ മതി. ജാവയിലാണത്. അല്ല അപ്പൊ നമുക്കൊരു ക്വിക്കായിട്ട് ഉണ്ടാക്കിയ ഒരു പഴയ സെഷൻ എടുത്തുള്ളൂ. കാരണം അതല്ല ഇതിലെ കീ ടേക്ക് അവേസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, മാത്തമാറ്റിക്സിന്റെ ഒരു സമ്മറി സംസാരിച്ചു. ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ എന്താണെന്നുള്ളത് പിടികിട്ടിയ എല്ലാവർക്കും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഈക്വേഷന് ഒരു ഇന്റിജർ ഓർ ആൾജിബ്രൈക്, അരിത്തമാറ്റിക് ആണെങ്കിൽ ഒരു ഇന്റിജർ സൊല്യൂഷനോ ഇനി റാഷണൽ സൊല്യൂഷനോ, ഇനിയിപ്പോ ആൾജിബ്രൈക് ആണെങ്കിൽ ഒരു ആൾജിബ്രൈക് ഈക്വേഷൻ കിട്ടുന്ന സൊല്യൂഷനാണ് ക്ലോസ്ഡ് ഫോം എന്ന് പറയുന്നത്. പക്ഷെ ലൈഫില് വളരെ കുറച്ച് പ്രോബ്ലത്തിന് ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഉള്ളൂ, മിക്കതിന് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ട IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂവിനോട്ട് മാപ്പ് ചെയ്യുന്നതാണ് EMIയും IRRും എല്ലാം ചെയ്യുന്നത്. അപ്പോ മന്ത്ലി കോമ്പൗണ്ടിങ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 15 കൊല്ലത്തെ ലോൺ എടുക്കുകയാണെങ്കിൽ 15 × 12 180 ഡിഗ്രി, അതായത് N180 ആവുന്ന ഒരു പോളിനോമിയലായി മാറും. അപ്പൊ നമുക്ക് ആൾറെഡി അറിയാം പോളിനോമിയലിന്റെ പവർ 2ക്ക് അപ്പുറത്തെ, അതായത് 4ന് അപ്പുറത്താണെങ്കിൽ 3ഉം 4ഉം തന്നെ വളരെ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഡീജനറേറ്റ് ആയിട്ടുള്ള ചില ആൾജിബ്രൈക് ഈക്വേഷൻസ് നിങ്ങൾക്ക് ഇന്റിജർ സൊല്യൂഷൻ തരുള്ളൂ, ബാക്കിയെല്ലാം ന്യൂമറിക്കലി തന്നെ ചെയ്യേണ്ടി വരും. എനിത്തിങ് അബൌട്ട് 2. പിന്നെ ചില ഇപ്പോ ഈ x² ഈ പ്ലസ് സംതിങ്, അല്ലെങ്കിൽ ആ എക്സിന്റെ ടേം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോ x⁴ പ്ലസ് x² ആ x² ഇല്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാർട്ടിക്കിനെ ക്വാഡ്രാറ്റിക് ആയിട്ട്, ബാക്കിയൊക്കെ ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് മറ്റേ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറത്തെ കുറിച്ചാണ്. അതായത് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സ്റ്റഡിയിങ് ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം വിൽ ആക്ച്വലി ഗീവ് യു ലോട്ട് ഓഫ് ഇൻസൈറ്റ് ഇൻ ടു മാത്തമാറ്റിക്സ്. പിന്നെ മറ്റേ സിഗ്മ നൊട്ടേഷനും പൈ നൊട്ടേഷനും, എന്താ പറയാ, ലോഗരിതം, ഇനി ലോഗരിതം വെച്ചിട്ട് എങ്ങനെ റൂൾ ഓഫ് 70 or 72 വാട്ട് എവർ ഇറ്റ് ഈസ് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, EMIയുടെ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യാം, IRR എങ്ങനെ ന്യൂമറിക്കലി വാല്യൂവേറ്റ് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് 2D റൊട്ടേഷൻ ഫോർമുല ഡിറൈവ് ചെയ്യണേ. ഈവൻ ഇഫ് നമുക്ക് റൊട്ടേഷൻ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 2D മെട്രിക്സ് മതിയെങ്കിലും എന്തുകൊണ്ട് പ്രാക്ടിക്കലി 2 ഡയമെൻഷനിൽ ഹോമോജീനിയസ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താ പറയാ, ഈ ഒരു 10 എന്നുള്ള ഒരു നമ്പറിനെ ബൈനറിയിൽ വെക്കുമ്പോൾ 2 ആണെന്നും 100 എന്നുള്ള നമ്പറിനെ ബൈനറിയിൽ 4 ആണെന്നും പഠിച്ചു. ഇതൊക്കെയാണ് സംസാരിച്ചത്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതർക്ക്? ഇല്ല. അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്താലോ ചെറുതായി? ഓക്കെ, സ്റ്റോപ്പ് ചെയ്യട്ടെ.